ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പ്രോഡക്ട്സിനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് ഫ്ലേവറിലാണ് ഇറക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്ട്സ് ഏതെല്ലാം ഫ്ലേവറിലാണ് കമ്പനി ഇറക്കുന്നത്, ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. കാര്യം ഒരുപാട് വ്യക്തികൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്തെല്ലാം ഫ്ലേവർ ആണോ ഉള്ളതെന്നൊന്നും കൃത്യമായിട്ട് ആക്കുന്നതിന് അറിയത്തില്ല. കോച്ചുമാർ കൊടുക്കുന്നു, അത് ഉപയോഗിക്കുന്നു. പക്ഷെ ഒരുപാട് ഫ്ലേവർ വളരെ ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് കമ്പനി മാനുഫാക്ചർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ബേസിക് പ്രോഡക്ട്സ് ആണ്. ബേസിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ബേസിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ്, അതുപോലെ തന്നെ ഷേക്ക് മേറ്റ്, അതുപോലെ തന്നെ പേഴ്സണലൈസർ പ്രോട്ടീൻ പൗഡർ, പിന്നെ നമ്മുടെ എ ഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ന്യൂട്രീഷനകത്ത് വരുന്നത്. ഇനി നമ്മൾ ഫോർമുല 1 നോക്കുവാണെങ്കിൽ, ഫോർമുല 1 ഷോർട്ട് ഫോമാണ് F1. ഫോർമുല 1 നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് വരുന്നത് വാനില വരുന്നുണ്ട് ഫ്ലേവർ, അതുപോലെ തന്നെ ചോക്ലേറ്റ് വരുന്നുണ്ട് ഫ്ലേവർ, പിന്നെ വരുന്നത് മാംഗോ, പിന്നെ ബനാന കാരമൽ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുൽഫി വരുന്നുണ്ട്, ഓറഞ്ച്, സ്ട്രോബെറി, അതുപോലെ തന്നെ പാനാണ് ഏറ്റവും ലാസ്റ്റ് കമ്പനി ഇറക്കിയ ഫ്ലേവർ എന്നുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 ഫ്ലേവറാണ് നമുക്ക് ഫോർമുല 1 വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് യൂസ് ചെയ്യാനാണ്. ഇന്ന ഫ്ലേവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കുന്നില്ല. നമ്മളൊരു യൂസ് ചെയ്യാനുള്ള കംഫർട്ടിന് വേണ്ടിയിട്ടാണ് കമ്പനി ഫ്ലേവർ ഇറക്കിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഓരോ രീതിക്കായിരിക്കും. അതിന് കംഫർട്ട് ആവുന്ന രീതിയിലാണ് നമുക്ക് ഫ്ലേവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ഫോർമുല 1 ചൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ ആയിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എ ഫ്രഷിൻ്റെ അകത്ത് നമുക്ക് ഫ്ലേവർ വരുന്നുണ്ട്. എ ഫ്രഷിനകത്ത് വരുന്ന ഫ്ലേവർ ഫസ്റ്റ് വൺ ലെമൺ, സെക്കൻഡ് വൺ പീച്ച്, സിനമൺ, നെക്സ്റ്റ് കാശ്മീരി കവ. ഇതെല്ലാം പുതിയ ഫ്ലേവറാണ് വന്നിരിക്കുന്നത്. ജിഞ്ചർ, ഏലാച്ചി, തുളസി. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ടോട്ടലി 7 ഫ്ലേവറാണ് നമുക്ക് എ ഫ്രഷിനകത്ത് വരുന്നത്. എ ഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സിൻ്റെ അത് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോമൺ ആയിട്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് ലെമൺ ആയിരിക്കും. ലെമൺ കൂടാതെ ഇത്രയും ഫ്ലേവർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കോച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യുക. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് റിസൾട്ടിന് വേരിയേഷൻസ് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്ലേവർ കമ്പനി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫ്ലേവർ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ബൂസ്റ്റർ ആണ്. സ്കിൻ ബൂസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കൊളാജൻ പ്രോട്ടീനിന്റെ ലഭ്യതയ്ക്ക് വേണ്ടി നമ്മൾ സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. സ്കിൻ ബൂസ്റ്ററിനകത്ത് വന്നിരിക്കുന്നത് ഓറഞ്ച് ഫ്ലേവർ ആണ് സ്കിൻ ബൂസ്റ്ററിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നല്ല ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ് പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് ഫ്ലേവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സ്കിൻ ബൂസ്റ്റ് വാങ്ങുക, യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഫ്ലേവർ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ ഹെർട്ട് ആണ്. ബീറ്റ ഹെർട്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ അതിന് നോർമലാക്കാൻ നമുക്ക് ബീറ്റ ഹെർട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബീറ്റ ഹെർട്ടിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ വാനില ഫ്ലേവർ ആണ്. പൗഡർ ഫോർമാറ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. സാക്ഷി രൂപത്തിലാണ് വരുന്നത്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ബീറ്റ ഹെർട്ടിനകത്ത് നമുക്ക് വാനില ഫ്ലേവർ ആണ് അടങ്ങിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നൈറ്റ് വർക്ക്സ് ആണ്. നൈറ്റ് വർക്ക്സിന്റെ അകത്ത് വരുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ലെമൺ ഫ്ലേവർ ആണ്. നൈറ്റ് വർക്ക്സ് നൈറ്റ് വർക്ക്സിന്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയിലെ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് നമുക്ക് മുഖ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റ് വർക്ക്സ് ഉപയോഗിക്കണം. പൗഡർ ഫോർമാറ്റിലാണ് വരുന്നത്. യൂസ് ചെയ്യാൻ എളുപ്പത്തിന് ലെമൺ ഫ്ലേവർ ആണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്ലേവർ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഹൈഡ്രേറ്റും 24 റീബിൽഡും ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് വരുന്നത്.
ഈ രണ്ട് പ്രൊഡക്റ്റും സ്പോർട്സ് ന്യൂട്രീഷൻ ആണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും 24 റീബിൽഡ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ഹൈഡ്രേഷൻ നടക്കണമെങ്കിൽ 24 ഹൈഡ്രേറ്റ് എടുക്കുക. നമുക്ക് ഒരുപാട് ശരീരത്തിൽ നിന്ന് വാട്ടർ ലോസ് ഒക്കെ ഉണ്ടെങ്കിലും അതിലോട് സെറ്റ് ആവുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ 24 ഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നതാണ്. രണ്ട് പൗഡർ ഫോർമാറ്റിലാണ് വരുന്നത്, സാഷ രൂപത്തിലാണ് വരുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നതാണ്. കോച്ചിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചോക്ലേറ്റ് ഫ്ലേവറിലാണ് വരുന്നത്. യൂസ് ചെയ്യാൻ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഫ്ലേവർ തന്നെ പ്രൊഡക്റ്റ് ഡൈനോ ഷേക്ക് ആണ്. ഡൈനോ ഷേക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കിഡ്സ് ന്യൂട്രീഷൻ ആണ് ഇതിന്റെ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒന്ന് ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ്. സെക്കൻഡ് വൺ സ്ട്രോബെറി ആണ്. ഈ രണ്ട് ഫ്ലേവറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കഴിക്കാനായിട്ട് പൗഡർ ഫോർമാറ്റിലാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറും ഇതിന്റെ അടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടം പോലെ ഏത് ഫ്ലേവറാണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന ഫ്ലേവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിസൾട്ട് ലഭിക്കത്തില്ല. ഡൈനോ ഷേക്ക് യൂസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുട്ടികളുടെ ഹെൽത്തിന് വളരെ നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് ഡൈനോ ഷേക്ക്. കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെയാണ് നമുക്ക് ഫ്ലേവർ അടങ്ങിയിട്ട് കമ്പനി നമുക്ക് തരുന്ന പ്രൊഡക്ട്സ്. ഇതിൻ്റെ അകത്ത് ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ്, അതുപോലെ തന്നെ എഫ്രഷ് എനർജി ഡ്രിങ്ക്, ഇതെല്ലാം ബേസിക് ന്യൂട്രീഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് ആണ്, യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ബേസിക് ന്യൂട്രീഷൻ. പിന്നെ ബാക്കി പറഞ്ഞ പ്രൊഡക്ട്സുകളെല്ലാം തന്നെ, അതായത് സ്കിൻ ബൂസ്റ്റർ 24 ഹൈഡ്രേറ്റ് 24 റീബിൽഡ്, ഡൈനോ ഷേക്ക്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ അഡ്വാൻസ് ന്യൂട്രീഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം തന്നെ അഡ്വാൻസ്ഡ് കാറ്റഗറിയിലെ പ്രോഡക്റ്റ് ആണ്. സ്കിൻ ബൂസ്റ്റർ ആണെങ്കിലും 24 ഹൈഡ്രേറ്റ് ആണെങ്കിലും 24 റീബിൽഡ് ആണെങ്കിലും ഡൈനോ ഷേക്ക് ആണെങ്കിലും അഡ്വാൻസ്ഡ് കാറ്റഗറി വരുന്നതാണ്. ബേസിക് ന്യൂട്രീഷനോടൊപ്പം തന്നെ നമുക്ക് അഡ്വാൻസ് ന്യൂട്രീഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബീറ്റ ഹെർട്ട്, നൈറ്റ് വർക്ക്സ്, ഇതെല്ലാം തന്നെ അഡ്വാൻസ് കാറ്റഗറി വരുന്ന പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് കൃത്യമായിട്ട് ഗൈഡ്സ് എടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം തന്നെയാണ് ഫ്ലേവർ രൂപത്തിൽ കമ്പനി നമുക്ക് മാനുഫാക്ചർ നമ്മളേക്ക് എത്തിക്കുന്നത്. ഇത് ഫ്ലേവർ രൂപത്തിൽ തരുന്നത് നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഫ്ലേവർ മാറിയതനുസരിച്ച് പ്രത്യേകിച്ച് കൂടുതൽ റിസൾട്ട് ഒന്നും തന്നെ ലഭിക്കത്തില്ല. എന്താണോ കമ്പനി പ്രൊഡക്റ്റിനകത്ത് പറയുന്നത് ആ റിസൾട്ട് തന്നെയാണ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഒരിക്കലും എക്സസ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇത് കൃത്യമായിട്ടുള്ള യൂസറിന്റെ മാനുവൽ ഉണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ട് മാനുവൽ ഉണ്ടായിരിക്കും. എങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, എത്ര സ്പൂൺ യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് അളവുണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള മെഷർമെന്റ്സിൽ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അതല്ലാതെ ചുമ്മാ കണ്ടിരിക്കുക തോന്നിയ സമയത്തൊന്നും പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ്. കഴിക്കേണ്ട പ്രോഡക്ട്സ് കഴിക്കേണ്ട സമയത്ത് കൃത്യ അളവിൽ കഴിച്ചാൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ കൂടുതൽ പ്രോഡക്റ്റ് കഴിച്ചെന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഒന്നും ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എത്രയാണ് മെഷർമെന്റ് വേണ്ടത്, എത്രയാണ് റിക്വയർമെന്റ് വേണ്ടത്, അത് കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള അളവ് അറിഞ്ഞതിന് ശേഷം മാത്രം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയം തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് എൻ്റെ നമ്പർ. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താലും നിങ്ങളുടെ സംശയങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തി ട്രാവൽ ചെയ്യുക. താങ്ക് യു.